എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. എനിക്ക് കുറേ പേർക്ക് അറിയായിരിക്കും, എനിക്ക് ഫാമിംഗ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭക്ഷണം കഴിക്കാം എന്നുള്ളത് മാത്രമല്ല, ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യണമെന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കാൻ കാണും, പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇഷ്ടമില്ലാത്ത, ഇതിനോട് താല്പര്യമില്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ എനിക്കതിൽ താല്പര്യം ഉണ്ടോണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പച്ചക്കറി ഗാർഡനിലൂടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സും ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. മുളകുണ്ട്, അത്യാവശ്യം പിടിച്ച് കിടപ്പുണ്ട്. പക്ഷേ മുളകിനെല്ലാം ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടില്ലേ, കുരുടിപ്പ് ശരിക്കും കയറിയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ഇട്ടിട്ടാലും കുരുടിപ്പുണ്ടാവും. പിന്നെ വലിയ ഇതാണ്ട്, ഇത് നമ്മുടെ ഉജ്ജ്വല എന്ന് പറയുന്ന മുളകാണ്. അത്യാവശ്യം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വഴുതനങ്ങയും കുറച്ചധികം മൂടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ ആ പ്രതീക്ഷ ഫെർട്ടിലിറ്റി സെൻറ്ററിൻ്റെ അവിടെയാണ് ഇതുള്ളത്. ഇത് ഞങ്ങൾ ഇവിടെ കൂടെ തന്നെ വിൽപ്പനയ്ക്കുള്ള പരിപാടിയാണ്. ഇവിടുത്തെ ഒരു ഔട്ട്ലെറ്റ് കണക്ക് വെച്ചിട്ട് ഇവിടെയൊക്കെ വഴുതനങ്ങകൾ ആണ് ചെയ്തേക്കുന്നത്. വഴുതനങ്ങ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫാണ്, അവിടുത്തെ ലാബ് ടെക്നീഷ്യനുണ്ട്, നമ്മുടെ സ്റ്റാഫ് നഴ്സുണ്ട്. അപ്പോൾ അവരും കൂടെ ഇന്ന് കൂടിയേക്കാണ്. അവരിവിടെ ആദ്യമായിട്ടാണ് വന്നേക്കുന്നത്, ഇതുവരെ വന്നിട്ടില്ല. ഇൻട്രൊഡ്യൂസ് പണ്ടുങ്കോ. എൻ്റെ പേര് രേഷ്മ. എൻ്റെ പേര് അശ്വതി. അവർ പച്ചക്കറി പറിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. വീഡിയോ എടുക്കുന്നത് അശ്വതിയാണ്. അശ്വതി ഇനി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇവിടെയും മുളകുണ്ട്. ഇത് വേറൊരു വെറൈറ്റി. നമ്മുടെ എനിക്ക് തോന്നുന്നു എന്ത് ഇനമായിരുന്നു, അയ്യോ എൻ്റെ ഇനം അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. ഇല്ലേ, ധാരാളം പിടിക്കുന്ന ഒരെണ്ണം ഉണ്ടല്ലോ, ധാരാളം പിടിക്കുന്ന. അത്യാവശ്യം നല്ല പിടുത്തമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല പിടിച്ചിട്ടുണ്ട്. തക്കാളിക്കെല്ലാം ഇല്ലല്ല കുരുടിപ്പ് രോഗം വരുന്നുണ്ട്, പക്ഷെ അത്യാവശ്യം ഈൽഡിങ് ആണ് കേട്ടോ. അത്യാവശ്യം തന്നിട്ടുണ്ട്, അത്യാവശ്യം തക്കാളി ഉണ്ട്. ഇതിലൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നന്ദി. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമല്ലോ, മിക്കവർക്കും അറിയാമായിരിക്കും. ഞാനും ഇതൊക്കെ ഞാനൊന്നും ഉപയോഗിക്കുന്നില്ല. എനിക്ക് ആകെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫാമിലുള്ള പശുവിൻ്റെ ചാണകം ഉപയോഗിക്കുന്നുണ്ട്, അത് സ്ലറി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ സാധനം അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മുടെ അല്ല ട്രാപ്പ് വിട്ടിട്ടുണ്ട്, വെജിറ്റബിൾ മറ്റേ ഇതിനുള്ള ട്രാപ്പ് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ അങ്ങ് പോവും. കുറേ നമ്മുടെ മുളകുമൊക്കെ കുറേ നഷ്ടപ്പെടും. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, സന്തോഷം. താങ്ക് യു.